പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, സുഭാഷിതം 13-ാം അധ്യായം 21-ാം തിരുവചനം. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു, നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഡൊമിനിക് സവിയയുടെ വിദ്യാഭ്യാസകാലം വെറും പുസ്തക പുഴുവായി മൗനിയായി കഴിയുന്ന ഒരു വ്യക്തിത്വമല്ലായിരുന്നു ഡൊമിനിക്കിൻ്റേത്. കൂട്ടുകാരുമൊത്ത് ധാരാളം വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഒരു ദിവസം കൂട്ടുകാർ അവനെ പുഴയിൽ നീന്താൻ ക്ഷണിച്ചു. നീന്തൽ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഡൊമിനിക്കിനറിയാം. അവൻ പുറപ്പെട്ടു. എന്നാൽ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ സംഭാഷണം അശ്ലീലം നിറഞ്ഞതായിരുന്നു. ഡൊമിനിക്കിന് അത് സഹിച്ചില്ല. അവരെ തിരുത്തി, ഉപദേശിച്ചു, ശാസിച്ചു. ഫലമില്ലെന്ന് കണ്ടപ്പോൾ അവൻ കരയ്ക്ക് കയറി വീട്ടിലേക്ക് നടന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം, കൂട്ടുകെട്ട് ഇവയെല്ലാം പ്രധാനപ്പെട്ടതാണ്. ആരോട് ചേർന്നാണ് നാം ചരിക്കുന്നത്? തെറ്റായ കൂട്ടുകെട്ട് ആണെങ്കിൽ അത് ഉപേക്ഷിക്കണം. ദൈവത്തിന് പ്രീതികരമായി വേണം നാം കൂട്ടുകെട്ടും ജീവിതചര്യയും നിയന്ത്രിക്കുവാൻ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണ്ടേ? ദൈവം അനുവദിക്കുന്ന കൂട്ടുകാർ, അവർ നല്ലവരായിരിക്കാൻ കൂടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തെറ്റായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് പിന്തിരിയാൻ ഈ സന്ദേശം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം.